തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുന്നേയുള്ള മുഖ്യമന്ത്രി ചർച്ചകൾ തടയാനായി KPCC നടത്തിയ നീക്കം പൊളിഞ്ഞു. വിലക്കുകളെ വകവയ്ക്കാതെ KC വേണുഗോപാലിന് വേണ്ടി K സുധാകരൻ പരസ്യമായി രംഗത്ത് വന്നത് കോൺഗ്രസിൽ പുതിയ പോർമുഖം തുറക്കുകയാണ്. ഹൈക്കമാൻഡ് ഇടപെടണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാകുമ്പോഴും KC വേണുഗോപാൽ മൗനം തുടരുകയാണ്. പോരിൽ പങ്കെടുക്കാതെ കാത്തിരിക്കാനാണ് VD സതീശൻ പക്ഷത്തിന്റെ തീരുമാനം. നടക്കുകയാണല്ലോ കോൺഗ്രസിൽ. KC വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ഏത് ശരിയാ ഫലം വരുന്നതിന് മുന്നേ കോൺഗ്രസ് സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുകയാണ്. സെയ്ഫ്, ഉറച്ച കസേര, നമ്മൾ നാട്ടില് ഈ കസേര കളി നടത്താറുണ്ടല്ലോ, അതിന് ചുറ്റും ഓടി അവസാനം പാട്ട് നിൽക്കുമ്പോഴാണ് ആ കസേരയിൽ ആരിയിരിക്കുമെന്നുള്ളൊരു ആകാംക്ഷ. നാട്ടിൻപുറത്തെ എല്ലാ കളികളും നമ്മൾ കാണാറുണ്ട്. ഇതൊരു മോഹക്കസേരയാണ്. അപ്പോൾ അതിനിരിക്കാനുള്ള ആഗ്രഹം സ്വാഭാവിക നേതാക്കൾക്കുണ്ടാകും. പക്ഷേ KC വേണുഗോപാൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ അനുകൂലിച്ച് വരുന്ന പ്രസ്താവനകൾക്ക് അദ്ദേഹം ഷട്ടർ ഇടാൻ പറയുന്നില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, ഇപ്പോൾ VD സതീശന്റെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത് കണ്ടല്ലോ, ആ ചോദ്യത്തിന് പോലും അദ്ദേഹം മുഖം കൊടുക്കുന്നില്ല. അപ്പോൾ കാത്തിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. രമേശ് ചെന്നിത്തലയുടെ പേര് അദ്ദേഹം ഈ ഓട്ടത്തിലുണ്ട്, പക്ഷേ 2 ദിവസമായിട്ട് രമേശ് ചെന്നിത്തലയുടെ പേരും കേൾക്കുന്നില്ല. അപ്പോൾ വോട്ടെണ്ണുന്നതിന് മുൻപ് ഇത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക്, അത് സ്വാഭാവികം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് സെയ്ഫ് നിലവിലുള്ള ഈ ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയിൽ, പോർവിളിയിൽ ആരാണ് മുന്നിൽ? സെയ്ഫ്, മഹേഷ് ഇപ്പോൾ സൂചിപ്പിച്ച കാര്യം, ഇത് ഇങ്ങനെയുള്ള ബഹളങ്ങളില്ലെങ്കിൽ എന്ത് കോൺഗ്രസ് എന്ന് ചോദിക്കുന്ന കാലം നേരത്തെ ഉണ്ടായിരുന്നു. കാരണം ബഹളങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളും അത് പരിഹരിക്കുന്നതൊക്കെയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ള കോൺഗ്രസ്, കാലങ്ങളായിട്ട് കണ്ടിട്ടുള്ള കോൺഗ്രസ്. ഇപ്പോൾ പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വിഭാഗം നേതാക്കൾ KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അത് ഇപ്പോൾ K സുധാകരൻ നേരിട്ട് കണ്ടിട്ട് ദേശീയ അധ്യക്ഷനോട് പറയുന്നു, KC വേണുഗോപാലിന്റെ പിന്തുണയുമായിട്ട് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ആ പിന്തുണ അറിയിക്കുന്നു. അതിനുശേഷം പരസ്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു, മുഖ്യമന്ത്രി ചർച്ചയിൽ എന്താണ് കുഴപ്പം എന്ന ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ ആ ചർച്ചകൾ പല തരത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഈ പറയുന്ന നേതാവിന് K സുധാകരൻ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് രമേശ് ചെന്നിത്തല പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുള്ള ആളാണ്. അതിനുശേഷം ഇപ്പോൾ KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുള്ളൂ. മൊത്തം 3 പേരാണ് ഈ ചർച്ചയിൽ ഉടനീളമുള്ളത്, മുഖ്യമന്ത്രി ചർച്ചയിൽ ഉടനീളമുള്ളത്. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ ഈ 3 പേരിൽ ഒരാൾ മുഖ്യമന്ത്രിയാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ച. ഒന്ന് KC വേണുഗോപാൽ, ഒന്ന് VD സതീശൻ, ഒന്ന് രമേശ് ചെന്നിത്തല. ഈ 2 നേതാക്കന്മാരിൽ നിന്ന് കൃത്യമായ പ്രതികരണം ഉണ്ടാവാത്തത് ഇപ്പോൾ VD സതീശനിൽ നിന്നാണ്. അദ്ദേഹം അതിനോട് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ആ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങനെയുള്ള ചർച്ചകൾക്ക് ഞാനില്ല എന്ന സന്ദേശം മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം വെക്കുകയാണ്. അതിനൊപ്പം തന്നെ അദ്ദേഹം ചില സന്ദേശങ്ങൾ കൂടി അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നൽകുന്നുണ്ട്. എന്തിനാണ് ഇപ്പോൾ ഈ ചർച്ച എന്നുള്ള ചോദ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന ഈ സമാനമായ രീതിയിലുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത്, ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല, ഞാൻ കേരളത്തിലേക്ക് ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞ ആൾ അയാളുമായി ബന്ധപ്പെട്ട്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉയരുമ്പോൾ ആ ചർച്ചയെ പ്രതിരോധിക്കാൻ വേണ്ടി പോലും തയ്യാറാകുന്നില്ല. ആ ചർച്ചയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് പോലും അദ്ദേഹം പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. എന്തായാലും ഇന്ന് KC വേണുഗോപാലിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകും. തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കുകയാണ്, വിളവങ്കോട് മണ്ഡലത്തിൽ. അതായത് ഇവിടെ നിന്ന് കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞ് കുറച്ചപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് വിളവങ്കോട് മണ്ഡലത്തിൽ അദ്ദേഹം പ്രചരണത്തിന് വേണ്ടി വരുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പോയിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു പ്രതികരണം ഉണ്ടാകും. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ചർച്ചകൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല എന്ന നിലപാടിലേക്ക് KC വേണുഗോപാൽ ഒരു പക്ഷേ എത്തിച്ചേർന്നേക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം അങ്ങനെ വരാനുള്ള സാധ്യതകളുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും VD സതീശൻ ഈ ചർച്ചയിൽ ഉടനീളം അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് മൗനമായിരുന്നു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഫാമിലിയുമായിട്ട് ട്രക്കിങ്ങിന് പോയതിനു ശേഷം തിരിച്ചു വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ ചോദ്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയാണെന്നുണ്ടെങ്കിൽ ആ ചർച്ചകൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നു. ഇവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരേ ഒരു സംവിധാനമേ ഉള്ളൂ, KPCC ആണ്. കാരണം KPCC അധ്യക്ഷൻ തന്നെ പരസ്യമായി പറഞ്ഞു ഇത്തരത്തിലുള്ള ചർച്ചകൾ വേണ്ട എന്ന്. പക്ഷേ മുൻ KPCC അധ്യക്ഷൻ തന്നെ അത് ലംഘിച്ചുകൊണ്ട് വീണ്ടും പരസ്യമായി രംഗത്ത് വരുമ്പോൾ KPCCയുടെ നേതൃത്വത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ ഒരു പരാതി AICC നേതൃത്വത്തിന് എന്തായാലും കേരളത്തിലെ ചില നേതാക്കന്മാർ
നേതാക്കന്മാർ നൽകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. വി ഡി സതീശന്റെ കോൺഫിഡൻസിന് മറ്റു ചില അടിസ്ഥാനങ്ങൾ കൂടിയുണ്ട്. ഭൂരിപക്ഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലീഗിന്റെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യത്തിലായാലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിലായാലും ലീഗിന്റെ നിലപാടിനകത്ത് നിർണായകം തന്നെയാണ്. അങ്ങനെ ഒരു ഈ മൂന്ന് നേതാക്കൾ ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ വന്ന് ഈ എന്താ പറയുക ഈ ചർച്ച നടക്കട്ടെ അല്ലെങ്കിൽ എന്നുള്ള നിലപാട് ആരും എടുക്കുന്നില്ല. അതോടൊപ്പം പക്ഷേ ഇവർക്കൊപ്പം നിൽക്കുന്ന മറ്റ് നേതാക്കളുണ്ടല്ലോ, ആ നേതാക്കൾ പല കോണിലും അവർക്ക് വേണ്ട തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി അവരുടെ ഇഷ്ടപ്പെട്ട നേതാക്കളുടെ അവരുടെ പ്രിയപ്പെട്ട നേതാക്കൾക്ക് വേണ്ടിയുള്ള പ്രചാരണങ്ങൾ ഒരു വശത്ത് നടത്തുന്നുണ്ട്, ആളുകൾ വഴി സംസാരിപ്പിക്കുന്നുണ്ട്, നേതാക്കളെ പോയി കാണുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒന്ന് നോക്കൂ, ഒന്ന് സൈഫ്, അതായത് KC വേണുഗോപാലാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നു കഴിഞ്ഞാൽ വി ഡി സതീശൻ വിഭാഗവും രമേശ് ചെന്നിത്തല വിഭാഗവും പറയുന്നുണ്ടാവുക KC വന്നാൽ 2 ഉപതെരഞ്ഞെടുപ്പ് വേണം. ഒന്ന് ലോക്സഭയിലേക്കും സ്വാഭാവികം വേണം, മറ്റേതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലവും വേണം. അപ്പോൾ അവിടെ ഒരു കാര്യം വരും. അപ്പം വി ഡി സതീശനാണ് വരുന്നതെങ്കിൽ ഓക്കെ, ഈ കഴിഞ്ഞ കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മികച്ച പ്രവർത്തനത്തെക്കുറിച്ച് പറയും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭരണപരിചയം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നേക്കാം. രമേശ് ചെന്നിത്തല വിഭാഗത്തിന്റെ അടുത്താണ് വരുന്നതെങ്കിൽ അവർ പറയാം ഇതിന് മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നു, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു, അതിന്റെ ഒരു ഭരണപരിചയമുണ്ട് എന്നൊക്കെ അവൻ പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് ഈ നേതാക്കളല്ല, അവർക്കൊപ്പം അവർക്ക് വേണ്ടി വാദിക്കുന്ന മറ്റു നേതാക്കളുണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ ഒരു നിലപാട് എന്താകും? ഇതിൽ നേരത്തെ സൈഫ് പറഞ്ഞതുപോലെ ലീഗിന്റെ ഒരു വാക്ക് ഇതിലേറ്റവും നിർണായകവുമാണ്. അപ്പോൾ ഈ 3 നേതാക്കളെ ഇങ്ങനെ എടുത്ത് അവർക്കൊപ്പം നിൽക്കുന്ന നേതാക്കളെ പ്രചാരണം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ സൈഫ്. അതെ, മഹേഷ് ചോദിച്ചതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗിന്റെ നിലപാട് ഏറ്റവും രണ്ടാമത്തെ ഘടകകക്ഷി എന്ന നിലയിൽ ലീഗിന്റെ നിലപാട് ഇതിനകത്ത് നിർണായകം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തത് അനിൽകുമാർ, വണ്ടൂരിൽ നിന്ന് മത്സരിച്ച AP അനിൽകുമാർ, അദ്ദേഹം പാണക്കാട് തങ്ങളെ കാണാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. പാണക്കാട് തങ്ങൾ എന്തിനാണ് അദ്ദേഹം കാണുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരാം. അതെന്തിനാണ്? KC വേണുഗോപാലിന് പിന്തുണ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പരസ്യമായ രഹസ്യമാണെങ്കിൽ KP അനിൽകുമാർ അല്ലെങ്കിൽ അദ്ദേഹം KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന നേതാവാണ് എന്നുള്ള രാഷ്ട്രീയ ബോധ്യം കേരളത്തിലെ ഈ രാഷ്ട്രീയം നോക്കി കാണുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു പിന്തുണ തേടുമ്പോൾ ലീഗിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പിന്തുണ, പരസ്യമായ പിന്തുണയോ രഹസ്യമായ പിന്തുണയോ KC വേണുഗോപാലിന് ആ വിഷയത്തിൽ കിട്ടുന്നില്ല. അവിടെയാണ് വി ഡി സതീശന്റെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നത്. ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 3 പേരെ മുൻനിർത്തിക്കൊണ്ടൊരു ചർച്ച ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കായിരിക്കും ലീഗിന്റെ പിന്തുണ ഉണ്ടാവുക എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. അവിടെ ലീഗിന്റെ പിന്തുണ ഉണ്ടാവുക വി ഡി സതീശനായിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പക്ഷം വിചാരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. അവിടെ ഉണ്ടാകുന്ന റിഫ്റ്റ് അത് ചെറുതായിരിക്കില്ല എന്ന് കരുതുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഫലം വരുന്നതിന് മുമ്പ് ഇതാണ് എന്നുണ്ടെങ്കിൽ 4-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ UDFന് ഭൂരിപക്ഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഒരാഴ്ചയോ 1.5 ആഴ്ചയോ എടുത്താൽ പോലും കോൺഗ്രസിന് പെട്ടെന്ന് പരിഹരിച്ചു പോകാൻ കഴിയുന്ന കാര്യമായിരിക്കില്ല. 24 മണിക്കൂർ കൊണ്ട് മുഖ്യമന്ത്രി തീരുമാനിക്കൂ എന്നൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുമായിരിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതാണ് അവസ്ഥയെങ്കിൽ, തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് ഇതാണ് അവസ്ഥയെങ്കിൽ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതായിരിക്കില്ല അവസ്ഥ. വലിയ തർക്കങ്ങളും ബഹളങ്ങളും എല്ലാം ഉണ്ടാകും. അതിനകത്ത് പല നേതാക്കന്മാരുടെയും നിലപാട്, പല സംഘടനകളുടെയും നിലപാടെല്ലാം നിർണായകമായിട്ട് വരും എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ 3 പേരും കട്ടയ്ക്ക് കട്ട നിൽക്കുകയാണ്. 3 പേർക്കും സ്വാഭാവികമായിട്ടും അധികാര താല്പര്യങ്ങൾ ഉണ്ടായേക്കാം. അത് KC വേണുഗോപാലായാലും KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായി നേതാക്കന്മാർ രംഗത്ത് വരുന്നതിന്റെ സൂചനയാണ് ആദ്യഘട്ടത്തിൽ കാണുന്നത്. മറ്റുള്ള 2 പേരും കേരളത്തിലുള്ള ആൾക്കാരാണ്, പിന്നീട് പിന്തുണ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴെന്തായാലും ഈ തർക്കത്തിനിടയിൽ അവരില്ല എന്നുള്ള സന്ദേശമാണ് അവർ 2 പേര് നൽകുന്നത്.